ഓം നമോ നാരായണായ നമ. സ്വാമി ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് ഇവിടെ ചാനൽ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക. ഇന്ന് പറയുന്ന വിഷയം വ്യാഴമാറ്റം ജൂൺ 2 മുതലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. 2026 ജൂൺ 2. ആ ഒരു സമയം 6 രാശിക്കാർക്ക് ജീവിത മുന്നേറ്റവും ഭാഗ്യവും ഒരുപോലെ വന്നു ചേരുന്ന ഒരു സമയമാണ്. നിലവിൽ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം 2026 ജൂൺ മാസം 2 കർക്കിടക രാശിയിലേക്ക് രാശി മാറി വരികയാണ്. കർക്കിടകം രാശിയിൽ വ്യാഴം ഏറ്റവും കൂടുതൽ ബലവാനായിരിക്കും. കർക്കിടകം രാശിയിൽ വരുന്ന വ്യാഴൻ്റെ ഉച്ചരാശിയാണ് കർക്കിടകം എന്ന് പറയുന്നത്. ചന്ദ്രൻ അധിപനായ കർക്കിടകം രാശിയിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഉത്തമമായിട്ടുള്ള ഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രധാനമായിട്ടും ജാതകരുടെ ദുരിതങ്ങൾ നീങ്ങി ജീവിത വിജയം സംഭവിക്കുന്ന കാലഘട്ടമായിരിക്കും. ഇത് 6 രാശിക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. പിന്നീടുള്ള 6 രാശിക്കാരുടെ ഫലങ്ങൾ അടുത്ത വീഡിയോയിൽ ചേർത്ത് പറയാം. പക്ഷേ അത് ശുഭഫലങ്ങൾ ആയിരിക്കില്ല എന്നുള്ളതാണ്. ഈ ഫലങ്ങളെ കൂടി മുൻനിർത്തി നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിത ജാതകം കൂടി പരിശോധിച്ച് ഇപ്പോൾ നിലവിലെ ഗ്രഹസ്ഥാനങ്ങൾ മനസ്സിലാക്കുക. വ്യാഴം ജാതകത്തിൽ ശുഭനാണോ പാപനാണോ എന്നതും നിലവിലെ ദശ ഏതാണ്, അതിൻ്റെ അന്തർദശ അപഹാരം എന്നിവയൊക്കെ നോക്കി വേണ്ടുന്ന ഗ്രഹദോഷ പരിഹാരങ്ങൾ നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. കൂടാതെ ജാതകവശാൽ വ്യാഴദശാകാലം അനുഭവിക്കുന്നവരോ വ്യാഴൻ്റെ അപഹാരം നടക്കുന്നവരോ വ്യാഴപ്രീതി വരുത്തി പ്രാർത്ഥിക്കുന്നതും നവഗ്രഹ പ്രീതി വരുത്തുന്നതുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ ഗുണം ചെയ്യുമെന്ന് തന്നെ പറയാം. അപ്പോൾ ഈ വ്യാഴമാറ്റത്തിലൂടെ ഗുണഫലങ്ങൾ ലഭിക്കുന്ന ആദ്യത്തെ രാശി എന്ന് പറയുന്നത് മേടം രാശിയാണ്. അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രങ്ങളാണ് മേടം രാശിയിൽ വരുന്നത്. ഈ ജാതകർക്ക് ജീവിത പ്രതിസന്ധികൾ മാറിക്കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ടൊരു സമയമാണ്. ജീവിതത്തിൽ പല വിജയങ്ങൾ പ്രതീക്ഷിക്കാം. മേടം രാശിക്കാർക്ക് ഭാഗ്യത്തിൻ്റെ അധിപനായിട്ടുള്ള വ്യാഴം ഉച്ചസ്ഥനായിട്ട് വരുമ്പോൾ മാനസിക പ്രശ്നങ്ങൾക്ക് അവസാനം വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും. ജീവിതത്തിൽ സുഖം അനുഭവിക്കുവാൻ സാധിക്കും. കാരണം സുഖസ്ഥാനത്താണ് അല്ലെങ്കിൽ സുഖസ്ഥാനത്തിൻ്റെ അധിപനായ ചന്ദ്രൻ്റെ രാശിയിലാണ് വ്യാഴം ഉച്ചസ്ഥനായി വരുന്നത്. തൊഴിൽ ഉന്നതി, ജീവിത വിജയം, ദാമ്പത്തിക സുഖം എന്നിവ പ്രധാനമായിട്ട് മേടം രാശിക്കാർക്ക് വന്നു ചേരുന്നൊരു സമയം കൂടിയാണ്. ആത്മധൈര്യം വന്നു ചേരുകയും നിലവിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സാധിക്കുകയും ചെയ്യും. ഔഷധ സേവയിൽ ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഔഷധം സേവിക്കുന്നവർക്ക് വളരെയധികം ഗുണം കാണുന്നൊരു സമയം. സാമ്പത്തികമായി ഉയർച്ച നല്ല രീതിയിൽ പ്രതീക്ഷിക്കാവുന്നൊരു സമയം. ഗൃഹപരമായിട്ടുള്ള കാര്യങ്ങൾ പുരോഗമിക്കും. അതായത് ഗൃഹനിർമ്മാണം, പുതുക്കിപ്പണിയൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഭൂമി ലാഭം, വാഹന ലാഭം എന്നിവയും ഈ സമയത്ത് വന്നു ചേരുന്ന കാര്യങ്ങളാണ്. കുടുംബത്തിൽ നല്ല മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുവാനുള്ള യോഗവും ഉണ്ടാകും ഈ ഒരു സമയത്ത്. തൊഴിൽ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്ന ഒരു സമയമായിരിക്കും. പുതിയ തൊഴിലിൽ പ്രവേശിക്കുവാനുള്ള അനുമതികൾ ലഭിക്കുകയും ചെയ്യും. ഇതുകൂടാതെയൊക്കെ തന്നെ വിദേശയാത്രയ്ക്ക് യോഗം വന്നു ചേരും. വിദേശ ജോലിക്കോ ഉപരിപഠനത്തിനോ ഒക്കെയുള്ള യാത്രകൾ നടത്തേണ്ടി വരും. ഇപ്പോൾ വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ജൂൺ 2 കഴിയുമ്പോൾ. തുടർന്ന് വരുന്നത് മിഥുനം രാശിയാണ്. മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രങ്ങളാണ് മിഥുന രാശിയിൽ വരുന്നത്. ഈ മിഥുന രാശിക്കാർക്ക് ധനസ്ഥാനമായിട്ടുള്ള 2-ാം ഭാവത്തിലാണ് വ്യാഴം രാശി മാറി വരുന്നത്.
ശുഭസ്ഥാനീയനായിട്ടുള്ള വ്യാഴം മിഥുനരാശിക്കാരുടെ ജീവിതത്തിലെ സാമ്പത്തിക പ്രതിസന്ധികളെ മറികടക്കുവാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കി തരുമെന്നതിൽ സംശയിക്കേണ്ടതില്ല. വളരെ ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്ന ഒരു കാലഘട്ടവും ഐശ്വര്യവും കീർത്തിയും വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയവുമാണ്. കൂടാതെ ദാമ്പത്യ കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കുവാൻ സാധിക്കും. സന്താനങ്ങളാൽ അഭിമാനിക്കുവാൻ കഴിയും. മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും. കൂടാതെ ആരാധനാലയങ്ങളിൽ പോകുവാൻ അല്ലെങ്കിൽ സന്ദർശിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകും. ജാതകന് വളരെ അടുത്തവർ അല്ലെങ്കിൽ വളരെ വേണ്ടപ്പെട്ടവർക്കോ വിവാഹം നടക്കുവാനുള്ള യോഗവും ഈ സമയം വന്നു ചേരുന്നതാണ്. ഗൃഹവാഹന ലാഭവും ഭൂമി ലാഭവും ഉണ്ടാകും. ജോലിയിൽ നല്ല ഉയർച്ചയും സ്ഥലം മാറ്റവും പ്രതീക്ഷിക്കാം. ശമ്പള വർധനവും പ്രതീക്ഷിക്കാം. നിലവിലെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നൊരു സമയമാണ്. എന്തുകൊണ്ടും വളരെ അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടമാണ് ഈ വ്യാഴമാറ്റം മിഥുനരാശിക്കാർക്ക് ഉണ്ടാക്കുന്നത്. തുടർന്ന് വരുന്നത് കർക്കിടകം രാശിയാണ്. പുണർദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽ വരുന്നത്. കർക്കിടകം രാശിക്കാർക്ക് ജന്മരാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. ആയതുകൊണ്ട് തന്നെ വളരെ അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടമായിരിക്കും. ഉച്ചസ്ഥനായ വ്യാഴം നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യങ്ങൾ കൊണ്ടുതരുന്നതാണ്. ദുഃഖങ്ങളൊക്കെ അകന്നു പോവുകയും ആരോഗ്യ പ്രശ്നങ്ങളിൽ മുക്തി ഉണ്ടാവുകയും ചെയ്യും. സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ നിങ്ങളുടെ മുന്നിലേക്കുണ്ടാകും. ശത്രുത മാറിപ്പോവും, അകന്നു മാറി നിൽക്കും. തൊഴിലുന്നതി ഉണ്ടാകും. പല രീതിയിലുള്ള തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പരിഹരിച്ച് നിങ്ങൾക്ക് ഉയർച്ച നേടിയെടുക്കുവാൻ സാധിക്കും. ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുവാൻ അല്ലെങ്കിൽ നടത്തിയെടുക്കുവാൻ സാധിക്കും. ഭൂമി വാങ്ങുവാൻ സാധിക്കും. ആഗ്രഹ സാഫല്യം ഉണ്ടാക്കുന്നൊരു സമയം കൂടിയാണ്. സന്താന ഭാഗ്യവും ദാമ്പത്യ സുഖവും ഉണ്ടാകും. കേസ് വഴക്കുകളൊക്കെ തീർത്തെടുക്കുവാൻ സാധിക്കും. ലോൺ പോലുള്ള ചില സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ഈ സമയത്ത് നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. തുടർന്ന് കന്നിരാശിയാണ് വരുന്നത്. ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രങ്ങളാണ് കന്നിരാശിയിൽ വരുന്നത്. ഈ കന്നിരാശിക്കാർക്ക് 11ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. ആഗ്രഹ സാഫല്യം ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഏത് കാര്യത്തിലായിരുന്നാലും നിങ്ങൾക്കത് വിജയിപ്പിക്കുവാൻ സാധിക്കും. ആഗ്രഹിച്ച ഒരു തൊഴിൽ, ആഗ്രഹിച്ച വാഹനം, ഗൃഹം, വിവാഹം എന്നിങ്ങനെ എല്ലാ കാര്യത്തിലും നിങ്ങൾ വിചാരിച്ച പോലെ നടത്തിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. സ്ഥിര വരുമാനമുള്ള ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. ദാമ്പത്യ പ്രശ്നങ്ങളിൽ പരിഹാരം കാണുവാൻ സാധിക്കും. കുടുംബാംഗങ്ങളുടെ സഹകരണങ്ങൾ നിങ്ങൾക്കെപ്പോഴും പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണ്. ബിസിനസ്സുകൾ നടത്തുന്നവർക്ക് ലാഭം പ്രതീക്ഷിക്കാം. കൂട്ടുകച്ചവടത്തിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം. വിദ്യാവിജയം, ഉപരിപഠനം, വിദേശയാത്ര എന്നിവയ്ക്കും യോഗം വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണിത്. കൂടാതെ ഈ ധനം സൂക്ഷിച്ച് വയ്ക്കേണ്ട കാര്യങ്ങൾ ചെയ്യും. ഷെയർ മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റോ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വയ്ക്കുവാൻ സാധിക്കും. ഇപ്പോൾ പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങുവാൻ സാധിക്കും. പ്രതീക്ഷിക്കാതെ തന്നെ ധനം കയ്യിൽ വന്നു ചേരുന്നൊരു സമയമാണ്. തുടർന്ന് വരുന്നത് വൃശ്ചികം രാശിയാണ്. വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽ വരുന്നത്. അപ്പോൾ ഈ വൃശ്ചികം രാശിക്കാർക്ക് അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. പ്രധാനമായിട്ടും ഭാഗ്യം വന്നു ചേരുന്നൊരു സമയം. കുടുംബത്തിൽ സ്വസ്ഥതയില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ദാമ്പത്യമായിട്ടുള്ള പ്രശ്നങ്ങൾ, കുടുംബപരമായി ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, ഡിവോഴ്സ് വരെ പോയി നീണ്ടു നിന്ന കാര്യങ്ങൾ, സന്താനങ്ങളുടെ കാര്യത്തിലുള്ള ഭയം അല്ലെങ്കിൽ സന്താനങ്ങളെ കാണുവാൻ സാധിക്കാതെ വരിക, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് വേണ്ട എങ്ങോട്ട് തിരിഞ്ഞാലും പ്രശ്നങ്ങളാണ് കൂടെ ഉണ്ടായിരുന്നത്. അതിനൊക്കെ മാറ്റങ്ങൾ വരാൻ പോകുന്നു. ഈ വ്യാഴമാറ്റത്തിലൂടെ ജീവിതം മറിയുകയാണ്. പുതിയ ജീവിതത്തിലേക്ക് നടന്നു കയറുവാൻ സാധിക്കും. ഉപരിപഠനം, വിദേശയാത്ര, പഠനത്തോടൊപ്പം തന്നെ ഒരു ജോലി, ഈ സമയം വിവാഹം എന്നിവയ്ക്കൊക്കെ യോഗമുള്ളൊരു സമയമാണ് ഈ വരാൻ പോകുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും. മാനസിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. പിതൃസ്വത്ത് രേഖാമൂലം കയ്യിൽ വന്നു ചേരും. പരീക്ഷകളിൽ വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും.
ദൂരദേശങ്ങൾ സഞ്ചരിക്കുവാൻ സാധിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ യോഗമുണ്ടാകും. മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും. ഭാഗ്യം വന്നു ചേരുന്നൊരു സമയമാണ്. മനസ്സുഖം, യാത്രാസുഖം എന്നിവയും ഐശ്വര്യം, പ്രശംസ എന്നിവയൊക്കെ ഉണ്ടാവും. ധനപരമായിട്ടുള്ള ഉയർച്ചകളുണ്ടാകും. ബാധ്യതകൾ തീർത്തെടുക്കുവാൻ സാധിക്കും. സമൂഹത്തിൽ അംഗീകാരങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത്. തുടർന്ന് അവസാനമായിട്ട് വരുന്നതും മീനം രാശിയാണ്. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽ വരുന്നത്. മീനം രാശിക്കാരുടെ 5-ാം ഭാവത്തിലാണ് വ്യാഴം രാശി മാറി വരുന്നത്. ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും അവസാനം വരുന്ന ഒരു സമയമാണ്. ജീവിതം കൈവിട്ടുപോയ ഒരവസ്ഥ, ഭയങ്കരമായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട്, എടുക്കാൻ പറ്റാത്ത അത്രയും ലോഡെടുത്ത് വയ്ക്കുന്ന ഒരു ബുദ്ധിമുട്ട്, കയ്യിൽ വാങ്ങിയ ധനം തിരികെ അടയ്ക്കുവാൻ കഴിയാത്തൊരവസ്ഥ എന്നിങ്ങനെ ദുഃഖപൂരിതമായിട്ടുള്ള നാളുകളാണ് മീനം രാശിക്കാരുടെ ജീവിതത്തിൽ നിലവിൽ സംഭവിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഒരു സമയം നിങ്ങൾക്ക് സകല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ സാധിക്കുന്നതാണ്. പ്രതീക്ഷിക്കാത്ത ഒരു ഭാഗ്യം നിങ്ങളെ തേടി വരുന്നതായിരിക്കും. അതിപ്പോൾ ലോട്ടറിയുടെ രൂപത്തിലാകാം, അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റോ മറ്റ് രീതികളോ, ആ രീതികളിലൂടെയൊക്കെ നിധി വരെ കിട്ടുവാനുള്ള യോഗമാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച് വന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം, സമാധാനം എന്നിവ നിലനിർത്തി ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. ഔഷധ സേവയിൽ ബലമുണ്ടാകും. കർമ്മ മേഖലയിൽ ഉയർച്ചയുണ്ടാകും. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഉയർച്ചകളുണ്ടാകും. അതിൽ നിന്ന് ധനവരവ് കൂടുതലായിട്ട് ലാഭകരമായിട്ടുള്ള ധനവരവ് പ്രതീക്ഷിക്കാം. പുതിയ തൊഴിലവസരങ്ങൾക്കും യോഗം കാണുന്നു. ഒന്നിലധികം ജോലികൾ ചെയ്യുവാനുള്ള സാധ്യതയും ഉണ്ടാകും. ഈ രീതിയിലായിരിക്കും വ്യാഴം രാശി മാറുന്നതിലൂടെ 6 രാശിക്കാർക്ക് വരുന്ന, അല്ലെങ്കിൽ 6 രാശിയിൽ വരുന്ന നക്ഷത്ര ജാതകർക്കുണ്ടാകുന്ന യോഗ ഫലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.